2026 BJPക്ക് ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് വരുന്നു എന്ന് കേട്ടു, ശരിയാണോ? കേട്ടത് ശരിയാണ്. പക്ഷെ അതിലൊരു അഡീഷനും കൂടെയുണ്ട്. ഒന്നല്ല, ഒന്നിലധികം സർപ്രൈസ് കാൻഡിഡേറ്റ്സ് വരാനുള്ള സാധ്യത തള്ളാൻ പറ്റില്ല. അതിനുള്ളൊരു സൂചന 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ വി മുരളീധരൻ സ്ഥാനാർത്ഥികൾ വരും. അദ്ദേഹം അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: 2024 തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊക്കെ ഞെട്ടുന്ന തരത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ അതിശയോക്തി കലർത്തി പറഞ്ഞില്ല എന്നിരുന്നാൽ പോലും അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ രത്നച്ചുരുക്കം ഇതാണ്: 2024 അത്യാവശ്യം ഞെട്ടിക്കുന്ന സ്ഥാനാർത്ഥികൾ വരും, പക്ഷേ വന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ 2026 അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കളി മാറുമ്പോൾ കുറച്ചധികം സർപ്രൈസ് കാൻഡിഡേറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ 2024 തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അന്ന് മുരളീധരനെ ഉദ്ദേശിച്ചിരുന്നത് ഒരു IPS ഓഫീസറെയാണ്. അദ്ദേഹം സർവീസിലുണ്ടായിരുന്നു അക്കാലത്ത്, ഇപ്പോഴും അദ്ദേഹം സർവീസിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ? ഇല്ല, അദ്ദേഹത്തിൻ്റെ, കാരണം അതിലൊരു തീരുമാനമാകാത്തൊരു കാര്യമാണ്. രാഷ്ട്രീയമാണ്, എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ BJPയുടെ ഉന്നത നേതൃത്വവും RSSലെ നേതാക്കളുടെ അറിവോടുകൂടി തന്നെ BJPയിലെ ഉന്നത നേതൃത്വം അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോഴും സർവീസിലുള്ളത് കൊണ്ട് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിക്കാനുള്ളൊരു സാധ്യതയും കണ്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞാനൊരു സംശയം ചോദിക്കണം അതിൻ്റെ ഇടയിൽ കയറി. അണ്ണാമലയുടെ കൂടെ പഠിച്ച ആളാണോ? അല്ല, അദ്ദേഹമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഈ വ്യക്തിയെ BJP സമീപിച്ചിരുന്നു. അദ്ദേഹം ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൽ എത്തിയതിനു ശേഷം പിന്നെ ഫെർദർ കരിയർ ഗ്രോത്ത് ഒന്നും വേണ്ട എന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചാൽ പോലും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കരിയർ ഗ്രോത്ത് ഉണ്ടാകണമെന്നില്ല. ബിക്കോസ് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം മാറ്റേഴ്സ് അതിലുണ്ട്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം VRS എടുക്കുന്നു. 2024 തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു പ്രമുഖ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കുന്നു. BJP ടിക്കറ്റിൽ മത്സരിക്കുന്നു. അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ വലിയൊരു സ്വീകാര്യത BJPക്ക് കുറച്ചുകൂടി ലഭിച്ചേക്കാം എന്നും, അദ്ദേഹത്തിലൂടെ ജയം ഉറപ്പായില്ല എന്നിരുന്നാൽ പോലും അറ്റ്ലീസ്റ്റ് ജയത്തിന് തുല്യമായൊരു തോൽവി അല്ലെങ്കിൽ വോട്ട് ഷെയർ ഗണ്യമായൊരു വർധനവ് പോസിബിൾ ആണെന്ന് BJP കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ ഡ്യൂ ടു സർട്ടൻ റീസൺസ് അത് നടന്നില്ല. ആ സർട്ടൻ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ആ ഉദ്യോഗസ്ഥരിലേക്ക് പോയിന്റ് ചെയ്യുന്നതിന് തുല്യമാവും. പക്ഷേ അതൊരു വസ്തുതയാണ്. അതേപോലെ തന്നെ 2024 അടുപ്പിച്ച് അല്ലെങ്കിൽ അതിന് മുൻപ് 2024 ഇൻ ദ സെൻസ് തിരഞ്ഞെടുപ്പിന് അടുപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ കേട്ടിരുന്ന ഒരു കാര്യമാണ്, ഒരു മാധ്യമ പ്രവർത്തക BJP ടിക്കറ്റിൽ മത്സരിക്കും. അത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതാണ് ആ മാധ്യമ പ്രവർത്തക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പേര് വേണമെങ്കിലും പറയാം, സുജയ പാർവതി. എല്ലാവരും പറയുന്നു സുജയ മത്സരിക്കും, മത്സരിക്കാതിരിക്കില്ല എന്നൊക്കെയുള്ള പലതരത്തിലുള്ള കരക്കമ്പികൾ കേട്ടിരുന്നു. ഇപ്പോൾ 2026 അവർ വീണ്ടും മത്സരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ സുജയ പാർവതിയെ മാത്രമല്ല, മാധ്യമരംഗത്ത് നിന്ന് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ചിലരെ, ഞാൻ പറയുന്നു ചിലരെ BJP ടിക്കറ്റിൽ മത്സരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉന്നത തലങ്ങളിൽ നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട്. ഇതിനോട് സ്വാഭാവികമായും മാധ്യമരംഗത്തെ ഇന്നത്തെ ഒരു കലുഷിതമായൊരു സാഹചര്യം, തൊഴിൽ സാഹചര്യം, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തക സ്വാഭാവികമായും കൈ കൊടുക്കേണ്ടതാണ് ഇത്രയും നല്ലൊരു അവസരം നമ്മളെ തേടി വരുമ്പോൾ. പക്ഷേ എന്തുകൊണ്ടൊരു മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തക BJPക്ക് കൈ കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിക്കാനുള്ളൊരു സാധ്യത അവർ ഭയക്കുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതുമില്ല അതും ഇല്ലാത്ത അവസ്ഥയാകുമോ എന്നുള്ളതാണ് അവരുടെ ബേസിക് ഭയം. ഒരു പക്ഷേ LDFിൽ നിന്നോ UDFിൽ നിന്നോ ഇങ്ങനെ ഒരു ക്ഷണം ലഭിക്കുന്ന ഒരു സാഹചര്യം അവർക്ക് വന്നു ചേർന്നാൽ അവർ ഉറപ്പായിട്ടും അത് സ്വീകരിച്ചേനെ. കാരണം അവർക്ക് ജയിക്കാൻ മാധ്യമപ്രവർത്തകർ അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു അജണ്ട ഇല്ലേ? ഇന്നാണ് പാർട്ടി എന്നുള്ളൊരു അജണ്ട ഇല്ലാത്തവരാണോ? അജണ്ട എന്നൊക്കെ പറയുന്നത് വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. എല്ലാവർക്കും ഉള്ളിൽ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിയോട് ഒരു അഫിലിയേഷൻ വ്യക്തിപരമായി പലരും സൂക്ഷിക്കുന്നുണ്ട്. അത് ചിലപ്പോഴെങ്കിലും ചിലരുടെ വാർത്തകളിലൂടെയും വാക്കുകളിലൂടെയൊക്കെ അത് പുറത്തു വരാറുമുണ്ട്. ചിലരൊക്കെ അമിതമായ വിധേയത്വം കാണിച്ചുകൊണ്ടുള്ള ചർച്ചകൾ പോലും സംഘടിപ്പിക്കാറുണ്ട്. അതൊക്കെ അണ്ടർസ്റ്റുഡാണ്. എല്ലാവർക്കും പൊതുസമൂഹത്തിന് വിഡ്ഢികളല്ലല്ലോ, അവരും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു നീക്കുപോക്ക് അന്നുണ്ടായിരുന്നു. സുജയ പാർവതിയുടെ പേരാണ് അന്ന് കേട്ടത്. പക്ഷേ ഇപ്പോഴേക്ക് ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2026 BJP ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരും വീണിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്നവർ. വീണിട്ടില്ല ഇൻ ദ സെൻസ് അതൊരു അപായമാണെന്നല്ല ഞാൻ പറയുന്നത്. BJPയുടെ താല്പര്യത്തിന് ആരും വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം. ഇനി അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലഭ്യമാവുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഈ അടുത്തിടെ വിരമിച്ച ഒരു IPS ഉദ്യോഗസ്ഥ ശ്രീലേഖ മാഡത്തെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ചില മണ്ഡലങ്ങളിൽ അവരെ പരീക്ഷിക്കാനായിട്ട് ഒരു പഞ്ച് ഹിറ്റ് എന്നുള്ള രീതിയിലൊക്കെ പരീക്ഷിക്കാനായിട്ട് അവർ ആലോചനകൾ നടക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള തീരുമാനമാണോ മാഡത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നുള്ള അറിയത്തില്ല. ബട്ട് അവരെല്ലാവരും ഷോർട്ട് ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ 2021
നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരൻ, അദ്ദേഹം BJP ടിക്കറ്റിൽ പാലക്കാട് മത്സരിക്കുന്ന സമയത്ത് BJPക്ക് വല്ലാത്തൊരു ഉണർവും ഉന്മേഷവും ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP ശ്രീധരനെ പോലെ ഒരു നേതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിത്വത്തിന് കീഴിൽ BJP ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ വി ആർ ഗോയിങ് ടു ഡു സംതിങ് എന്നുള്ളൊരു മെസ്സേജ് BJP സംസ്ഥാന നേതൃത്വത്തിന് താഴെത്തട്ടിലേക്ക് അണികൾക്കും പൊതുസമൂഹത്തിനിടയിൽ കൊടുക്കാൻ സാധിച്ചു. അതുപോലെ ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ ശരിക്കും പറഞ്ഞാൽ BJPക്ക് ഇപ്പോഴില്ല എന്നുള്ളതാണ് വസ്തുത. ഉള്ള നേതാക്കന്മാർ തമ്മിൽ പലവിധ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ശ്രീധരൻ സാർ ഇനി വരില്ല, കാരണം അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ഇനിയില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് പകരം അല്ലെങ്കിൽ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലൊരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി കൊണ്ടുവന്ന് നിർത്തുക, അദ്ദേഹത്തിനോടൊപ്പം വിരമിച്ചതും വിരമിക്കാനിരിക്കുന്നതും ഒരു പക്ഷേ VRS എടുക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള പല IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ എന്താ പറയുക, ഒരു പിടി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ സമൂഹത്തിലെ സ്വീകാര്യത വെച്ച് നോക്കുമ്പോഴും ഒരു പിടി നല്ല നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളായി വന്നുകൊണ്ട് ഒരു പിടി പിടിക്കാൻ BJPയിൽ നീക്കം ശക്തമാണ്. 5 പേരെങ്കിലും അത്തരത്തിൽ സർപ്രൈസ് കാൻഡിഡേറ്റ്സ് ഉണ്ടാകണം എന്നുള്ളത് BJP ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനമാണ്. ആയിക്കോട്ടെ, ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം പുതിയ ആൾക്കാരെ കൊണ്ടുവരികയും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ കൊണ്ടുവരുന്നു, മാധ്യമപ്രവർത്തകർ കയ്യിൽ നിന്നും കൊണ്ടുവരുന്നു, അതൊരു ശ്രമം മാത്രമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നിലവിൽ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന BJP പ്രവർത്തകരുണ്ട്. BJPക്ക് വേണ്ടി മാത്രം അണിനിരക്കുന്ന അണികളുണ്ട്. അണികളെ പോലെ തന്നെ അതിൽ നാളെ നേതാവാകാൻ മോഹിക്കുന്ന ഒരുപാട് പ്രവർത്തകർ. തീർച്ചയായും. അപ്പോൾ അവർക്കൊക്കെ ഇത് വിഷമമാകില്ല. ഇപ്പോൾ ഞാൻ അതിനിടയിൽ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ മെട്രോ ശ്രീധരൻ സാറ് അവിടെ പാലക്കാട് നിന്ന് തോൽക്കുകയുണ്ടായി. അത് തോൽപ്പിച്ചതാണോ? അവിടെ ഈ പുതിയതായിട്ട് വന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് BJP ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തെ BJP ദേശീയ നേതൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നതും അദ്ദേഹത്തെ നിർത്തിയതും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നിന്നതും. ചെറിയ വോട്ടിനാണ് അദ്ദേഹം തോറ്റുപോയത്. 3000 വോട്ടിനാണ് അദ്ദേഹം, പക്ഷേ വിജയത്തിന് തുല്യമായ തോൽവിയായിരുന്നു. അതെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാൻഡിഡേറ്റ്സ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരികയാണെങ്കിൽ നിലവിലുള്ള BJP പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാവാകാൻ കൊതിക്കുന്ന ചെറു നേതാക്കന്മാർക്കൊക്കെ ഇത് വല്ലാത്തൊരു കല്ലുകടിയാവില്ലേ? തീർച്ചയായിട്ടും ചോദ്യം പ്രസക്തമാണ്. അത് ഒരു പരിധിവരെ ശരിയാണ് തന്നെ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മലയാളവൽക്കരിച്ച് പറഞ്ഞ് തന്ത ചത്തിട്ട് കട്ടിലൊഴിയാൻ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു അവസരം കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന നേതാക്കന്മാർക്ക് ഒരു ഇടുത്തിയാണ് ഇത്തരത്തിലെങ്കിലും കെട്ടിയിറക്കപ്പെടുന്നത്. പണ്ട് ശശി തരൂർ കോൺഗ്രസ് വന്നപ്പോൾ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരെല്ലാം ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയതാണ്. ഇവനൊന്ന് തോറ്റിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന പലരും ആ കാലത്ത് കോൺഗ്രസ്സിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അത് വേറൊരു കാര്യം. ശരിയാണ്, അത് ചില തിരിച്ചടികൾ പ്രാദേശിക തലത്തിൽ ഉണ്ടാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഒരു പാർട്ടിയുടെ പ്രോസ്പെക്റ്റിൽ പ്രാദേശികമായി വളർന്നു വരുന്ന നേതാക്കന്മാരെ വെച്ചുകൊണ്ട് മാത്രം ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാനുള്ള ഒരു വളർച്ച BJPക്ക് ആയിട്ടില്ല. ഇടതിനോടും വലതിനോടുമുള്ള ഒരു വിരക്തി കുറേയധികം പേര് ഈ രണ്ട് പാളയങ്ങളിൽ നിന്നായി BJPയിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ വർഷങ്ങളായി BJP എന്ന് പറഞ്ഞ് മരിച്ചു നിൽക്കുന്ന കുറേയധികം ആൾക്കാർ, സംഘപ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് BJPയുടെ ബേസിക് വോട്ട് ഷെയർ വരുന്നത് ഇവരിൽ നിന്നൊക്കെയാണ്. അതിനോടൊപ്പം കരിസ്മാറ്റിക് ആയിട്ടുള്ള ചില ലീഡേഴ്സ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ സ്വീകാര്യനായ കുറച്ച് ആൾക്കാർ, ഇയാൾ കൊള്ളാമല്ലോ, ഇയാൾ BJPക്കൊപ്പമാണ്, ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ BJPയിലൂടെ എന്തെങ്കിലുമൊക്കെ ഈ നാട്ടിൽ നടക്കും എന്നൊക്കെ ചിന്ത പൊതുസമൂഹത്തിന് കൊടുക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ അനിവാര്യമാണ്. അവരെ മാറ്റി നിർത്താനാകില്ല. അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ സ്വാഭാവികം താങ്കൾ പറഞ്ഞുള്ള കൊളാട്രൽ ഡാമേജസ് ഉണ്ടാകാം. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്. കോൺഗ്രസ് പോലെ വലിയൊരു തമ്മിൽ തല്ല് പാരവെപ്പ് പ്രശ്നങ്ങളൊന്നും BJPയിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം അത്രയധികം സ്ഥാനാർത്ഥി മോഹത്തോടു കൂടി ഡിറ്റർമിൻഡായിട്ട് പ്രാദേശിക തലത്തിൽ തന്നെ പ്രവർത്തിച്ച് വരുന്നൊരു നേതാക്കന്മാരുടെ നീണ്ട നിരയൊന്നും BJPയിലില്ല. കുറച്ച് പേരൊക്കെ ഉണ്ട്, അവരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് BJPയിൽ ഉണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം BJP സ്ഥാനാർത്ഥി മോഹികളുടെ എല്ലാ മോഹങ്ങളും കെട്ടടങ്ങത്തില്ല. പിന്നെ ചെറിയ ഗ്രൂപ്പത്തിന്റെ ഭാഗമായിട്ട് ചിലരൊക്കെ തഴയപ്പെടാറുണ്ട് എന്നുള്ളത് വസ്തുത. ഇനി താങ്കൾ ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം, ശ്രീധരൻ സാറിനെ തോൽപ്പിച്ചതാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. അങ്ങനെ കരുതാൻ നിർവാഹമില്ല. ചിലപ്പോൾ ഒരു പക്ഷേ പ്രാദേശികമായി ചിലർ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. എനിക്ക് ശേഷം പ്രളയം എന്ന് പാലക്കാട് ചിന്തിക്കുന്ന BJPയിലെ ചില ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടാകാം, ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷെ അവരെ വിചാരിച്ചാൽ പോലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല എന്നുള്ളത് എൻ്റെ സബ്ജക്റ്റീവായ റീഡിങ്. ചിലപ്പോൾ ഇനി പാലക്കാട് അതിന് വിരുദ്ധമായിട്ടാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാകാം. എന്നെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായ വിവരങ്ങൾ ശരിയാണെങ്കിൽ BJPയുടെ പ്രവർത്തകർ, ഈ ചില നേതാക്കന്മാരുടെ താല്പര്യങ്ങളെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നില്ല, മാറ്റി നിർത്താം. പക്ഷേ അടിസ്ഥാനപരമായ താഴെത്തട്ടുള്ള പ്രവർത്തകരെല്ലാം തന്നെ ശ്രീധരൻ സാർ വരണം, ജയിക്കണം, നമുക്ക് നേടണം എന്ന ആഗ്രഹത്തോടു കൂടി കൈമയുമായി മറന്ന് പ്രവർത്തിച്ചു. പക്ഷേ അതേസമയം ഷാഫി പറമ്പിലും തീരെ മോശമല്ലാത്ത രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. പുള്ളിയുടേതായ മെക്കാനിസംസ് ഉപയോഗിച്ച് പിന്നെ ഒരു ശക്തമെന്നൊന്നും പറഞ്ഞാൽ പോലും അതിശക്തമായ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ പാലക്കാടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ വർക്കൗട്ടായി വന്നപ്പോൾ അദ്ദേഹത്തിന് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടമായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2026 സർപ്രൈസ് ആയിട്ടുള്ള വ്യക്തികൾ BJPയിലേക്ക് വരുവാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പേരാണ് വരുവാനുള്ളത്? അങ്ങനെ വന്നാൽ തന്നെ എത്ര സീറ്റ് അവർക്ക് ലഭിക്കും?
BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവർ ശ്രമിക്കുന്നത്, ഞാൻ പറയുന്നു ആവർത്തിച്ച് പറയുന്നു, ശ്രമിക്കുന്നത് രാഷ്ട്രീയമാണ്, ഒന്നും നമുക്ക് നിശ്ചയിച്ച് നേരത്തെ പറയാൻ പറ്റില്ല, ഇനിയും 6 മാസത്തിൽ കൂടുതൽ ശേഷിക്കുന്നുണ്ട്. BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് 5 പേരെങ്കിലും 5 സർപ്രൈസ് കാൻഡിഡേറ്റ്സ്, അതായത് പൊതുസമൂഹത്തിൽ പൊതുസ്വീകാര്യനായ ശ്രീധരൻ സാറിനെ പോലെ ഒരാളിനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ബട്ട് അദ്ദേഹത്തിനോളം എത്തിയില്ലെങ്കിൽ പോലും പൊതുസമൂഹത്തിന് സ്വീകാര്യനായ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ എന്ന് പറഞ്ഞ് ഉയർത്തി കാണിക്കാവുന്ന, അതായത് പറഞ്ഞ പക്ഷേ ഇത് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ചിപ്പോ എന്ന ഒരു വോട്ടർമാർ പോലും പറയാത്ത അല്ലെങ്കിൽ പറയില്ല എന്ന് വിശ്വസിക്കാവുന്ന 5 കാൻഡിഡേറ്റ്സ് വേണമെന്നുള്ളതാണ് കേന്ദ്രത്തിൽ. അതിൽ ഈ IPS വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇനി അത് നടക്കുമോ ഇല്ലയോ, കാരണം 2024 സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. ഔദ്യോഗിക തലത്തിൽ ചില വിഷയങ്ങൾ സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുണ്ട്, കുറേയധികം വിഷയങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബട്ട് ഇപ്പോഴും BJP ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം വഴങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പ് BJPയോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് നിന്നിട്ട് ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് പിന്മാറിയ ചില ആൾക്കാരുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. അത് അദ്ദേഹം പിന്മാറാനുണ്ടായ കാരണം BJPക്കകത്തുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ്. ഇനി ഞാനില്ല, കാരണം ഇവരാരും ജയിക്കാൻ വേണ്ടിയിട്ടല്ല കളിക്കുന്നത് എന്ന ചിന്താഗതിയിൽ പിന്മാറിയ ചില സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അവരിൽ ചിലർ ചിലപ്പോൾ ഒരുപക്ഷെ RSS നേതൃത്വത്തിൻ്റെ ഒരുപക്ഷെ ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള നീക്കങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് വീണ്ടും 2026 മത്സരിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല വലിയൊരു സംഭവങ്ങളൊന്നും BJP ഭാഗത്തുനിന്ന് സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ അത് ഇടതുപക്ഷമൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നികേഷ് കുമാർ മത്സരിക്കും, CPM കാൻഡിഡേറ്റായിട്ട് കണ്ണൂരിലുണ്ടാവും അദ്ദേഹം. അതേപോലെ പല ആൾക്കാരും പല പാർട്ടിയിലും വന്നേക്കാം. BJPയെ സംബന്ധിച്ചിടത്തോളം മാധ്യമപ്രവർത്തകരിൽ നിന്ന് വലിയൊരു സംഭവമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് 5ഓളം സ്ഥാനാർത്ഥികൾക്കായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. എന്തായാലും തീരത്തെറ്റില്ലാത്തൊരു നമ്പർ അവർ സർപ്രൈസ് കാൻഡിഡേറ്റ്സിനെ ഇറക്കും തന്നെയാണ് ഇപ്പോൾ. അതിനിടയിൽ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അധികം മാധ്യമപ്രവർത്തകരും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അവർ BJPയിലേക്ക് വരും? അടിസ്ഥാനപരമായി നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് എല്ലാവർക്കും ഉള്ളത്. കോളേജ് കാലഘട്ടത്തിൽ ആ ഒരു യൗവനയുക്തമായി നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ചോരത്തിളപ്പ് കൊണ്ട് ഒരു വിപ്ലവ വീര്യം എല്ലാവരിലും, ചെറുപ്പക്കാരിൽ പ്രായഭേദമന്യേ ആ ഒരു പ്രായത്തിൽ എല്ലാവരിലും വരികയും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും എത്തിപ്പെടുന്നത് ഒരു തീവ്ര ചിന്താഗതി അല്ലെങ്കിൽ ഒരു ഇടത് ചിന്താധാരയോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് പ്രായോഗിക രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ പലരും മാറി ചിന്തിക്കാറുണ്ട്. ചിലർ അതേ രീതിയിൽ തന്നെ അതൊക്കെയാണ് വിപ്ലവം അല്ലെങ്കിൽ അതൊക്കെയാണ് ബൗദ്ധികമായ ഉന്നത നിലവാരം എന്ന് ചിന്തിച്ചിട്ട് പലരും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മാധ്യമപ്രവർത്തകരും അക്കൂട്ടത്തിൽ മാറ്റി നിർത്താനൊന്നും സാധിക്കത്തില്ല. ഇടത് ചിന്താധാരയോടൊപ്പം സഞ്ചരിക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്, അല്ലാത്തവരുണ്ട്. ചിലർ പുറമേ ഇടതുപക്ഷമാണ് എന്ന് പറയുകയും, അതായത് മേനി പറയുകയും ഉള്ളിൻ്റെ ഉള്ളിൽ വ്യക്തമായ മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ആൾക്കാർ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. കാരണം അവർക്കാർക്കും പുറത്ത് പറയാൻ പറ്റില്ല ഞാൻ BJPയോടൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രബുദ്ധതയ്ക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുമോ എന്ന് കരുതിക്കൊണ്ട് പുറമേ ഇടതുപക്ഷമാണെന്ന് പറയുകയും ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റു പക്ഷങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുമുണ്ട്. അവരാരും പുറമേ പറയാറില്ല. അതാണ് 2026 ഇലക്ഷനോട് കൂടിയിട്ട് BJP അധ്യക്ഷ പദവിയിൽ എന്തെങ്കിലും നേതൃമാറ്റം ഉണ്ടാകുമോ? ഉടനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ റീഡിംഗ്. ഇപ്പം നിലവിലുള്ള നേതൃമാറ്റം തന്നെ തുടരുന്നതാണ്. ഇപ്പോൾ ഉള്ള നേതൃത്വം തന്നെ തുടരാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.